വാഹനത്തിന്റെ ബേസ് വേരിയന്റ് മുതൽ ഇലക്ട്രിക്കലി ഓപ്പറേറ്റിംഗ് സൺറൂഫ് അവൈലബിൾ ആണ്. ടോപ്പ് എൻഡിന്റെ റിയർ സീറ്റിൽ സീറ്റ് മസാജിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അലോയ് വീലും LED ലാമ്പ് യൂണിറ്റുകളും ഓട്ടോമാറ്റിക് ഡയനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിററും ബേസ് വേരിയന്റിൽ അവൈലബിൾ ആണ്. വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കോഡയുടെ ഏറ്റവും പുതിയ സ്കോഡ കുഷാക്ക്. മാറ്റങ്ങളുമായിട്ട് വന്നിട്ടുള്ള ഫേസ് ലിഫ്റ്റ് ആണ്, അതുകൊണ്ട് ഒരു പുതിയ മുഖം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ചർച്ച ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കുഷാക്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കിങ്, ആ ഒരു അർത്ഥത്തിലാണ്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് വന്നൊരു മോഡലായിരുന്നു സ്കോഡ കുഷാക്ക്. അക്ഷരാർത്ഥത്തിൽ അത്യാവശ്യം നന്നായിട്ട് വിറ്റു. വലിയ മാർക്കറ്റ് ഷെയറാണ് കഴിഞ്ഞ വർഷത്തിൽ സ്കോഡയ്ക്ക് ഇന്ത്യൻ വാഹന വിപണിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. സോ ഒരുപാട് ആൾക്കാരുടെ കൺസേൺ ആയിരുന്ന സർവീസ് കോസ്റ്റ്, അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സ്കോഡ പരിഷ്കരിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഈസി ടു യൂസ് എന്നുള്ള രീതിയിലേക്ക് സ്കോഡ വാഹനങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ആ ഒരു ശ്രേണിയുടെ സ്റ്റാർട്ടിങ് ഒരു പക്ഷേ കുഷാക്ക് ആയിരിക്കും എന്ന് പറയേണ്ടി വരും. സോ അതിൻ്റെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് വന്നിരിക്കുന്നു. ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫേസിനെ മൊത്തം ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ബട്ടർഫ്ലൈ ഗ്രിൽസ് കാണാം. ഈ ബട്ടർഫ്ലൈ ഗ്രിൽസിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഉണ്ടായിരുന്ന കുഷാക്കിൻ്റെ ഈ ബോർഡർ കുറച്ചുകൂടി തിക്കായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു തിക്നെസ് ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടി ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. ഇങ്ങോട്ട് കയറി നിൽക്കുന്നു, അത് ആ ഒരു ലാമ്പിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്നു, ആ തരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിനകത്തൊരു LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. സോ ഫ്രണ്ടിലൊരു കണക്റ്റിംഗ് ലാമ്പ് പോലെ അത് വർക്ക് ചെയ്യും. അതുപോലെ ഒരു ക്രോം എലമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ നമ്മളെ ബട്ടർഫ്ലൈ ഗ്രിൽസിൻ്റെ പാറ്റേൺ ചെറുതായിട്ട് സൈഡിലൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പുതിയ ലാമ്പ് യൂണിറ്റ് വന്നിട്ടുണ്ട്. LED ഹെഡ് ലാമ്പ് യൂണിറ്റുകളാണ്. ഈവൻ ഇൻഡിക്കേറ്റർ LED ആണ്. നേരത്തെ അത് LED ആയിരുന്നില്ല, ഹാലജൻ ആണ്. അതുപോലെ ഈ DRLൻ്റെ ഒരു കണക്ഷൻ ഇങ്ങോട്ടും നമുക്ക് കയറി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റിങ്ങിൻ്റെ ഏരിയ ഇത് നേരത്തെ ഇതേപോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു എക്സ്ട്രാ എലമെൻറ്റ് ഇവിടെ ഒരു ബമ്പർ പോലെ ഒരു സ്പോർട്ടി എലമെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ ആക്കി ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് ചെയ്തേക്കണത് എന്നുള്ളതാണ്. സോ ഈ ഒരു ഭാഗത്തും ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബമ്പർ, ഈ ഒരു എലമെൻ്റ് ഉണ്ടല്ലോ ഗ്രില്ല്, ഇത് ആക്ച്വലി നേരത്തെ ഉണ്ടായിരുന്ന ഡിസൈൻ പോലെ തന്നെയാണ്. പക്ഷേ പുതിയ ബമ്പർ എലമെൻറ്റ് മൊത്തത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു എലമെൻറ്റുകൾ മൊത്തത്തിൽ കാണുന്ന സമയത്ത് ഒരു പുതിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 4 പാർക്കിംഗ് സെൻസേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ക്യാരക്ടർ ലൈനുകളൊക്കെ ഏറെക്കുറെ സെയിം ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് ഇത്രയും ഏരിയ ചേഞ്ച് ആയതുകൊണ്ടും പുതിയ ഒരു ഫേസ് എന്നുള്ളൊരു ഹൈലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. വേറൊരു കാര്യം, റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ബേസ് വേരിയൻറ്റിലും അവൈലബിൾ ആണ് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്. അപ്പോൾ കുറേ എലമെൻറ്റുകൾ ശരിക്കും ബേസ് വേരിയൻറ്റിലും വരുന്നുണ്ട്. അത് ഞാൻ ഇൻ ബിറ്റ്വീൻ സംസാരിക്കാം കേട്ടോ. ഇനി സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ക്യാരക്ടർ ലൈനുകളൊക്കെ സെയിം ആയിട്ട് നിലനിർത്തിയിട്ടുണ്ട്. വീലിൻ്റെ കേസിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മാറ്റം വരുന്നത്. വീലിലേക്ക് വരുന്ന സമയത്ത് 17 ഇഞ്ച് വീലുകളാണ്. അലോയ് പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്. നേരത്തെ പോലത്തെ ആ ഒരു എയർ കട്ടൻസും കാര്യങ്ങളൊന്നും അധികം ഇല്ലാത്ത നല്ലൊരു അലോയ് വീലായിട്ട് എനിക്ക് തോന്നി. ഡിസ്ക് ബ്രേക്കാണ്. ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് 4 ഡിസ്ക് ബ്രേക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. സൈഡ് വ്യൂ മിറർ കാണാം. ബോഡി കളറായിട്ടാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിനകത്ത് 360 ഡിഗ്രി ക്യാമറ വ്യൂ മിസ്സിംഗ് ആണ്. കോമ്പറ്റീറ്റേഴ്സിനെ വെക്കുന്ന സമയത്ത് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്, ചില കാര്യങ്ങൾ മിസ്സിംഗ് ഉണ്ട്. ഡോർ ഹാൻഡിലേക്ക് വരുന്ന സമയത്ത് ബോഡി കളർ ഡോർ ഹാൻഡിൽ വിത്ത് ക്രോം ടച്ച്, അതിനകത്ത് റിക്വസ്റ്റ് സെൻസറും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. ആ തരത്തിലാണ് അത് ക്രമീകരിച്ചുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് റൂഫ് റെയിലും കാണാൻ പറ്റും. ഷാർക്ക് ഫിൻ ആൻറ്റിനയും കൊടുത്തിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആയിട്ടാണ് ഷാർക്ക് ഫിൻ ആൻറ്റിനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്തും നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, ഈ ഒരു കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. അത് നല്ല രസമുണ്ട്. കുറച്ച് യുണീക്കായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇങ്ങോട്ട് ഒരു വലിയ എലമെൻറ്റ്, ഇവിടെ ചെറിയ എലമെൻറ്റ്, അതിനേക്കാളും ചെറിയ എലമെൻറ്റ് ഇവിടെ, പിന്നെ കുറേ കുഞ്ഞു എലമെൻറ്റുകൾ, പിന്നെ ഇവിടെ സ്കോഡയുടെ ലെറ്ററിങ് എല്ലാം കൂടി കൊടുത്തിട്ട് അതൊരു യുണീക്ക് സാധനത്തെ ബിൽഡ് ചെയ്ത് വെച്ചേക്കണു എന്നുള്ളതാണ്. റിയർ വൈപ്പർ, ഡീഫോഗർ ലൈൻസ്, ബേസ് വേരിയൻറ്റ് മുതൽ ഇത് രണ്ടും അവൈലബിൾ ആണ്. സോ ഡോണ്ട് വറി. വേറൊരു കാര്യം, ബേസ് വേരിയൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നിലവിൽ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. മാർച്ച് ആകുമ്പോഴൊക്കെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്യാമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. മാറ്റുണ്ടെങ്കിൽ ആ സമയത്ത് പിന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. സ്പോയിലർ കാണാം. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി ബൂട്ടിലേക്ക് വരാം. ബൂട്ടിലേക്ക് വരുന്ന സമയത്ത് 491 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റി എന്നാണ് ആക്ച്വലി സ്കോഡ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് ഈ ഏരിയ മൊത്തം അളന്നിട്ടാണോ അവർ തീരുമാനിച്ചേക്കണമെന്ന് തോന്നുന്നു. കാരണം വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് ഇങ്ങനെ ചെരിഞ്ഞ് വെച്ചേക്കണമെന്നല്ല കേട്ടോ. അത് ആരോ തുറന്നപ്പോൾ അങ്ങനെ ആയതാണ്. യെസ്, ഏറെക്കുറെ ഒരു 355-400 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയാണ് ആക്ച്വലി ഇതിന് വരുന്നത്. സോ മൊത്തം വോളിയം എനിക്ക് തോന്നുന്നു ചില ബ്രാൻഡ്സ് അങ്ങനെ ചെയ്യാറുണ്ട്. മൊത്തം വോളിയം അളന്നിട്ടാണ് ആ ഒരു 491 എന്നുള്ള ബ്രാൻഡിങ്ങിൽ പറയുന്നത്. ഓക്കെ, ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് എലമെൻറ്റുകളാണ്. പാർസൽ ട്രെയും കാര്യങ്ങളൊക്കെ കാണാം. ഓട്ടോമാറ്റിക് ക്ലോസിംഗ് ഒന്നുമല്ല. ഇനി ഇതിനകത്ത് നമ്മൾ സ്പെയർ വീൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, സ്പെയർ വീൽ ഇതിനകത്ത് തന്നെയാണ് കൊടുത്തേക്കണേ. ഇൻട്രസ്റ്റിംഗ്. ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കോഡ തിങ്സ് ഒക്കെ ഉണ്ട്. ആ ഹുക്കും കാര്യങ്ങളൊക്കെ ഇത് പിടിച്ച് നമുക്ക് താഴ്ത്താം. ഹൈഡ്രോളിക് സ്റ്റട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. നൈസ്.
ഇൻറ്റീരിയർ കാണിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇൻവോൾവ് ഒന്ന് വാങ്ങാത്ത ആൾക്കാർ ഇൻവോൾവ് ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. പല സീരീസിലും അവൈലബിൾ ആണ്. ജോക്കറിനെ ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണിച്ചുകൊണ്ട് വെക്കുന്നുണ്ട്. പല മോഡലുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു വെബ്സൈറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ട് കിട്ടും എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ വാഹനത്തിനകത്ത് നല്ലൊരു പ്രീമിയം ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ അത് നമ്മളെ സഹായിക്കും എന്നാണ്. സോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്തുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു സെഗ്മെൻറ്റിൽ പെട്ട വണ്ടിയിൽ റിയർ സീറ്റിനകത്ത് മസാജിങ് ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ബട്ട് സ്കോഡ കുശാക്കിൻ്റെ ടോപ്പ് എൻഡിലെ റിയർ സീറ്റിനകത്ത് ഒരു സീറ്റ് മസാജിങ് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നത് അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ നമ്മുടെ സി ടൈപ്പ് ചാർജിങ് പോർട്ടിൻ്റെ കൂടെ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. 2 സീറ്റ്, 2 ആൾക്കേ ഉള്ളൂ. 3ാമത് ആളിരുന്ന് കഴിഞ്ഞാൽ മസാജിങ് ഇല്ലാതിരിക്കേണ്ടി വരും. ആക്ച്വലി അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി എനിക്ക് തോന്നുന്നു. ഫ്രണ്ടിൽ ഇല്ലാതെ തോന്നുന്നു കേട്ടോ, ബാക്കിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നാണ്. പിന്നെ അതാ ഫയൽ പോക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൂഫ് ഭാഗം ഒരു മെറ്റീരിയൽ ഇത് ചെളിയാവാൻ സാധ്യതയുണ്ട്. ഈവൻ സീറ്റ് ആണെങ്കിലും ചെളിയാവാൻ സാധ്യതയുണ്ട്, കാരണം ഒരു വൈറ്റ് ആണ്. അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്. നോക്കൂ, നമുക്ക് കാല് അതുപോലെ തന്നെ തൈ സപ്പോർട്ടും ഞാൻ ഹാപ്പിയാണ്. ഈ ഭാഗം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വിശാലമായിട്ടിരിക്കാം, തല മുട്ടുന്ന പ്രശ്നമില്ല. ശരിക്കും സൺറൂഫിന് ഈ ഒരു ഭാഗത്തൊരു താഴ്ചയുണ്ട്, ഒരു 4 പേരിൽ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെഗ് റൂം, അതുപോലെ തന്നെ ഷോൾഡർ റൂം, ഹെഡ് റൂം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും എനിക്ക് റിയറിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നൈസ്. ഇനി നമ്മൾ ഫ്രണ്ട് റോയിലേക്ക് വരികയാണ്. ഫ്രണ്ട് റോയിലേക്ക് വരുന്ന സമയത്ത് ഇൻറ്റീരിയർ കാണാൻ നല്ല രസമുണ്ട്. 3D അല്ലേ, ആ ഒരു സ്കോഡ ടച്ചൊക്കെ എവിടെയൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് സ്കോഡ വണ്ടിയിലെ ആ ഒരു പ്രീമിയം എലമെൻറ്റുകളൊക്കെ ക്രമീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 6 വേ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റുകളാണ് ഫ്രണ്ടിൽ വരുന്നത്. 2 സീറ്റും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി സ്റ്റിയറിംഗ് വീല് ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്, ലെതർ റാപ്പഡാണ്, ഡി ഷേപ്പഡല്ല. ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഡ്രൈവ് മോഡിനനുസരിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും കമാൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോക്പിറ്റാണ്. അതുപോലെ 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് AI ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കുറേ ഫെസിലിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് എ നൈസ് ടച്ച്. അതൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇവിടെ ഈ എലമെൻറ്റുകളൊക്കെ നൈസ്. അതുപോലെ നോക്കിയാൽ ഓട്ടോമാറ്റിക് ഡയനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ, ഇത് ബേസ് വേരിയൻറ്റ് മുതൽ ഇതേപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആവണമെന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മിറർ കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ലാമ്പ് ഇല്ലാതെയാണെന്നുള്ളതാണ്. സൺറൂഫിന് സെപ്പറേറ്റ് ഷീൽഡ് ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ സൺറൂഫ് ക്ലോസ് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ ഷീൽഡ് മാത്രം ക്ലോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. അവിടെ വരെ വന്ന് നിൽക്കുന്നുള്ളൂ. സൺറൂഫ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഷീൽഡ്, അപ്പോൾ ഷീൽഡ് മാത്രം ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സെപ്പറേറ്റ് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഷീൽഡ്. അതൊരു നൈസ് കാര്യമാണ്. കാരണം നമുക്ക് സൺറൂഫ് ഓപ്പൺ ആക്കാതെ അത് മാത്രം ഓപ്പൺ ആയിട്ട് മറ്റേ ഒരേ ബട്ടൺ ആകുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്, എപ്പോഴും സംഭവിക്കുന്നതാണ്. സോ അതിനവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മ്യൂസിക് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ആക്ച്വലി സ്കോഡ ബ്രാൻഡഡ് മ്യൂസിക് സിസ്റ്റമാണ്. ഒരു സെപ്പറേറ്റ് ബ്രാൻഡഡ് മ്യൂസിക് സിസ്റ്റം ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സോ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ള ചേഞ്ചുകൾ. ഇനി എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ഉള്ളത്. ഒരു 1.5 ഒരു 1 ലിറ്ററും. 1.5 ഒരു 110 കിലോവാട്ട് അവറും 250 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കും. അതിനകത്ത് ഒരു 7 സ്പീഡ് DSG ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1 ലിറ്റർ TSIയിലേക്ക് വരുന്ന സമയത്ത് 85 കിലോവാട്ട് അവറും 178 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കും. പിന്നെ ഇതിലൊരു ഹൈലൈറ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു 8 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കിനെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഒരു പുതിയ ട്രാൻസ്മിഷനാണ്. സോ അത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നോക്കാം. സോ ഇതാണ് ഏറ്റവും പുതിയ കുഷാക്ക്. ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഫേസ് മാറ്റി കുറച്ച് ഫീച്ചേഴ്സിന് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്, ചില കാര്യങ്ങളില്ല. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പ്രൈസിൻ്റെ കാര്യത്തിൽ കമൻറ്റ് ചെയ്യുമ്പോൾ അവരോട് ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം, നിലവിൽ സ്കോഡ അനൗൺസ് ചെയ്തിട്ടില്ല. മാർച്ചിലൊക്കെ ആയിരിക്കും അനൗൺസ് ചെയ്യാന്നുള്ള കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.